ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. വാണിയ സമുദായ സമിതിയുടെ നേതൃത്വത്തിൽ 2024 SSLC +2 CBSE പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് മുച്ചിലോട്ട് അംബിക പ്രതിഭാ പുരസ്കാരവും ചന്ദ്രോത്ത് രാമകൃഷ്ണൻ സ്മാരക ട്രസ്റ്റ് എൻഡോമെന്റും നൽകി അനുമോദിച്ചു. KV സുമേഷ് MLA അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാണിയ സമുദായ സമിതി സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രൻ നാലാപ്പാടം അധ്യക്ഷനായി. കയ്യിലുള്ള മൊബൈൽ ഫോൺ അമ്മമാർ കരുതരുത്, കുട്ടി കരയാതിരിക്കാൻ കൊടുക്കുന്ന ഒരു സാധനമായിട്ട് അമ്മ കാണുക, പക്ഷേ കുട്ടി അതിലൂടെ ലോകം കാണുകയാണ്. നിങ്ങൾക്ക് ഒരറിവ് ഇന്ന് ലോകത്ത് തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല. ഒരറിവും നിങ്ങൾക്ക് ഇന്ന് ഈ ലോകത്ത് ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് ശേഖരിക്കാൻ ഒരു വിദ്യാർത്ഥി ആഗ്രഹിച്ചാൽ ലോകത്തെവിടെ നിന്നും അറിവ് ശേഖരിക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നിങ്ങൾ പഠിക്കുന്നത് എന്നതാണ് ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത. ഇന്ന് എവിടെ പോയും പഠിക്കാം. ഇപ്പം നിങ്ങൾ അമേരിക്കയിൽ പോകണം, ഓസ്ട്രേലിയയിൽ പോകണം, UK പോകണം, ജർമ്മനി പോകണം, കാനഡയിൽ പോകണം. ആളുകൾ +2 കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളൊക്കെ പോകുന്നത് എവിടെ? നേരെ പുറത്തേക്ക് പോവാൻ. നല്ല കാര്യമാണെന്ന്, മോശം കാര്യമല്ല. അവിടെ നിന്ന് ഇങ്ങോട്ടും കുട്ടികൾ പരസ്പരമായ രാജ്യങ്ങൾ തമ്മിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മുടെ കുസാറ്റിലും MG യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. പെർളശ്ശേരി പുതിയകാവ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മുൻ MLA KK നാരായണൻ മുഖ്യാതിഥിയായി. ചന്ദ്രോത്ത് രാമകൃഷ്ണൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ ചന്ദ്രോത്ത് മുതിരക്കൽ സജീഷ് വിശിഷ്ടാതിഥിയായി. വാണിയ സമുദായ സമിതി സെക്രട്ടറി രാമർകുട്ടി, പയ്യന്നൂർ ഏരിയ സെക്രട്ടറി C കുഞ്ഞപ്പൻ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ CT മനോഹരൻ, മാതൃസമിതി സെക്രട്ടറി KK റോസ്ന, വാണിയ സമുദായ സമിതി ജനറൽ സെക്രട്ടറി ഷിബു പാതിരിയാട്, സംസ്ഥാന സമിതി അംഗം ലിബിൻ കല്യാൺ തുടങ്ങിയവർ സംബന്ധിച്ചു. SSLC +2 CBSE പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കണ്ണൂർ, തലശ്ശേരി, ഇരിട്ടി താലൂക്കിലെ 75-ൽ പരം വിദ്യാർത്ഥികളെയാണ് പുരസ്കാരം നൽകി അനുമോദിച്ചത്. ചടങ്ങിൽ പുതിയകാവ് മുച്ചിലോട്ട് ക്ഷേത്ര സ്ഥാനികരെ ആദരിച്ചു. ക്ഷണിക്കുന്നു.